നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾ കുക്കറിലിട്ട് വേവിക്കാതെ ഇതുപോലെ വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് പാകത്തിന് റെഡിയായിട്ടുണ്ടാകും. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഇനി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഉടച്ചു കൊടുക്കാം. ഇതുപോലത്തെ മാഷറോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ചോ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കൈ ഉപയോഗിച്ച് ഉടച്ചെടുത്താലും മതിയാകും. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 1 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബൈൻഡിങ്ങിനായിട്ട് ഇവിടെ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ആദ്യം 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഒന്ന് വഴറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചേർത്ത് കൊടുത്ത സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നല്ലപോലെ മാറി വന്ന് സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് വരണം. ഇപ്പോൾ ഇത് പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്നത് വരെയാണ് ഞാനിത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിന് പകരം ഇതുപോലെ വഴറ്റി ചേർക്കുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ബ്രെഡ് ക്രംസ് ആദ്യം ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പക്ഷേ അത് നമ്മൾക്ക് പിന്നെ നോക്കിയിട്ട് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടൊരൽപ്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ടോട്ടലായിട്ട് ഞാൻ ഇതിലേക്ക് 3 ബ്രെഡ് സ്ലൈസസ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതാദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പറ്റിനൊക്കെ അനുസരിച്ച് മാത്രം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരാം. ആ ഒരു രീതിക്കുള്ള കൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കൂട്ട് റെഡിയായാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ടൊരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. അതിനുശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഗാർലിക് സോസിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മയണൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതിന് പകരം ടൊമാറ്റോ സോസ് മാത്രം ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് നിങ്ങൾക്ക് സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കുമ്പോഴും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും അത്യാവശ്യം വലിയൊരു ഉരുളി എടുക്കുക.
കയ്യിൽ പറ്റിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചിട്ട് മുകളിലേക്ക് വീണ്ടും കുറച്ച് കൂട്ട് വെച്ച് ഒന്ന് സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാനിവിടെ പോകുന്നത്. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തപാട് ഇത് അനക്കാനൊന്നും നിൽക്കരുത്. അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാടായിട്ട് വേവാനൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ മറിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കളറൊക്കെ മാറി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ പലഹാരം ഉണ്ടാകുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ദാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് ഈ ഒരു പലഹാരത്തിന്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. ഉള്ളിൽ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.